ശബരിമല യുവതീ പ്രവേശനത്തിൽ ഗൂഢമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് സർക്കാർ യു ടേൺ അടിച്ചെങ്കിലും അന്നെടുത്ത കള്ളക്കേസുകൾ പിൻവലിക്കുന്നതിൽ നടപടിയില്ല. നാമം ജപിച്ചതിന്റെ പേരിൽ 10,000-കണക്കിന് കേസുകളാണ് ഭക്തർക്കെതിരെ പിണറായി സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം എടുത്തത്. കേസുകളൊക്കെയും പിൻവലിക്കും എന്ന് പലതവണ പറഞ്ഞുവെങ്കിലും ഒരു ഇടപെടലും ഉണ്ടായില്ലെന്നും ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ SJR കുമാർ ജനം ടിവിയോട് പറഞ്ഞു. സ്വന്തം വിശ്വാസം സംരക്ഷിക്കാൻ ശബരിമലയുടെ പവിത്രമായ ആചാരങ്ങൾ അതേ രീതിയിൽ നിലനിർത്താൻ തെരുവിലിറങ്ങിയ ഭക്തരെ കൊടും ക്രിമിനലുകളെ പോലെയാണ് പിണറായി സർക്കാർ നേരിട്ടത്. കണ്ണിൽ കണ്ടവർക്കെല്ലാമെതിരെ ഗുരുതരമായ വകുപ്പുകളിട്ട് കേസെടുത്തു. പലരെയും അഴിക്കുള്ളിലാക്കി. സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്കാണ് അന്ന് ഭക്തരെ പിണറായി സർക്കാർ തള്ളിവിട്ടത്. അമ്മമാരുൾപ്പെടെയുള്ളവരെല്ലാം ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചും അല്ലെങ്കിൽ നഗരവീഥികളിൽ കൂടെയൊക്കെ നാമജപ യാത്രകൾ നടത്തുകയൊക്കെ ചെയ്തപ്പോൾ അതിനൊക്കെ എതിരെ ശക്തമായി പ്രതിഷേധിക്കുകയും അതിനെ തല്ലി ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും അതുപോലെ തന്നെ അവിടെ ഒരു കേസെടുക്കുകയും ലാത്തിച്ചാർജ് നടത്തുകയും വളരെയധികം അത് ശബരിമലയിലും അല്ലെങ്കിൽ നിലയ്ക്കൽ, പമ്പ തുടങ്ങി എല്ലാ സ്ഥലത്തും നടന്നു. നിരപരാധികളെ വേട്ടയാടി വ്യാപകമായ രീതിയിൽ കേസെടുത്ത് സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള ഗൂഢമായ നീക്കം നടത്തി. 16,000-ഓളം ആളുകൾ കേസിൽപ്പെട്ടു. എല്ലാം ഇതാണ് എന്താ പറയുക, കള്ളക്കേസുകളാണ്. 10,000-ഓളം കേസുകൾ. ഈ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് 5 പേര് മരണപ്പെടാനിടയായി. അതുപോലെ തന്നെ വ്യാപകമായിട്ട് ആൾക്കാരുടെ ജോലി നഷ്ടപ്പെട്ടു. കേസുകൾ ധാരാളം. പീഡനം, ശാരീരിക പീഡനം, മാനസിക പീഡനം, അതുപോലെ തന്നെ ചിലരുടെ ജോലി നഷ്ടപ്പെട്ടു ഈ കേസിൻ്റെ പേരിൽ. അത്തരത്തിൽ വ്യാപാര സ്ഥാപനങ്ങൾ ഈ അടിച്ചു പൊളിച്ചൊക്കെ നശിപ്പിക്കുക മാർക്സിസ്റ്റ് പാർട്ടിക്കാരും SDP തുടങ്ങിയവരൊക്കെ ചെയ്തു. ഈ മുമ്പെടുത്ത അവരുടെ നിലപാട്, തെറ്റായ നിലപാട് കാരണം ഞാൻ ഈ പറഞ്ഞ എത്രത്തോളം ദുരിതങ്ങളാണ് കേരളീയ സമൂഹം ഏൽക്കേണ്ടി വന്നത് ആരുത്തരം പറയും? ഈ എടുത്ത കേസുകളൊക്കെ പിൻവലിക്കുമെന്ന് സർക്കാർ പലവട്ടം പറഞ്ഞു. പക്ഷേ നടപടി ഒന്നുമില്ല. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ തരം പോലെ നിലപാട് മാറ്റി യു ടേൺ അടിച്ചിട്ടും കേസ് പിൻവലിക്കാതെ ഇരട്ടത്താപ്പ് തുടരുകയാണ് ഇടതു സർക്കാർ. എടുത്ത കേസുകൾ പിൻവലിക്കണം. അതാണ് അവർ കാണിക്കേണ്ട അന്തസ്സ്. നഷ്ടപരിഹാരം നൽകണം. ഇതിൻ്റെ ഇത്രയും അനുഭവങ്ങൾ നമ്മുടെ ഭക്തർക്കുണ്ടായതിനൊക്കെ നഷ്ടപരിഹാരം നൽകണം. തീർച്ചയായിട്ടും ഇതിൻ്റെ പേരിൽ അത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഭക്തന സമൂഹം ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ നിലപാടില്ലായ്മയ്ക്കും ദേവസ്വം ബോർഡിനൊക്കെ മാറ്റം മറിച്ചിലിനുമൊക്കെ പേരിൽ ഉണ്ടായ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അത്തരം നടപടിയിലേക്ക് നീങ്ങും. അതുകൊണ്ട് ഈ കൈകഴുകി പോകാമെന്ന് ധരിക്കേണ്ട. ജനം, കൊച്ചി.